അങ്ങനെ നമ്മളിതാ പൂക്കളെല്ലാം പറിച്ചിട്ടിപ്പോൾ വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പൂത്തറേൻ്റെ അടുത്താണ് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ ഫ്ലവേഴ്സ് എല്ലാം ഞാൻ വാരിക്കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ പൂത്തറ ഒന്ന് ജസ്റ്റ് മെഴുകിയ പോലെ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മെഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പൂക്കൊട്ടയിലെ പൂക്കളെല്ലാം എടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും ഫ്ലവേഴ്സാണ് നമുക്ക് നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇത് നമ്മുടെ വീട്ടിലുണ്ടായ ഫ്ലവേഴ്സാണ് കേട്ടോ. തൊട്ടാവാടിയും വിടയിലയും മാത്രമാണ് നമ്മുടെ പറമ്പിൽ നിന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നടുക്കേക്ക് വെക്കാൻ പോകുന്നത് നമ്മുടെ തൊട്ടാവാടി പൂക്കളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തൊട്ടാവാടി പൂക്കൾ ഇതാ നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി പോയി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ റെഡ് തുമ്പപ്പൂ പറിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ റെഡ് തുമ്പപ്പൂ. അപ്പം നല്ല ബ്യൂട്ടിഫുള്ളാണ് നമ്മുടെ തുമ്പപ്പൂവും. ഇത് നമ്മുടെ വീട്ടിലത്തെയാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ഫ്ലവേഴ്സും നമ്മുടെ വീട്ടിലും നമ്മുടെ പറമ്പിലുള്ള ഫ്ലവേഴ്സ് മാത്രമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ തുമ്പപ്പൂ പറിച്ചുകൊണ്ട് വന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ തൊട്ടാവാടീൻ്റെ ചുറ്റും നമുക്ക് ഈ തുമ്പപ്പൂ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ റെഡ് തുമ്പപ്പൂവും വയലറ്റ് ലാവൻഡർ കളർ നമ്മുടെ തൊട്ടാവാടി പൂവും മോസ്റ്റാണ്. ഇനി ഇവർക്ക് ചുറ്റും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വിടയിലയും കൂടെ വെക്കാം. അങ്ങനെ വിടയിലയും കൂടെ വെച്ചപ്പം മോസ്റ്റ് ആയിട്ടുണ്ട് ഗായ്സ്. അപ്പം നമ്മൾ ഇനി എന്താണ്, പൂച്ചവല പറിക്കാൻ വേണ്ടി പോയപ്പോഴാണ് നമ്മുടെ 8 വലയിൽ സ്പൈഡി വലയിൽ ഒരുപാട് ഇയലിനെ കണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ പൂച്ചവാലൻ ഇങ്ങനെ ചുറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട് നമ്മുടെ പൂച്ചവാലൻ വന്നപ്പം. അപ്പോൾ ഇത്രയും ഫ്ലവേഴ്സ് നമ്മൾ കറക്റ്റായി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്ലവേഴ്സ് നമ്മുടെ പൂച്ചവാലൻ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുന്നത് വേറെ ആരുമല്ല, നമ്മുടെ കുഞ്ഞാറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇവർക്ക് ചുറ്റും നമുക്കിനി എന്ത് ചെയ്യാം, അങ്ങനെ നമ്മളിതാ നമ്മുടെ പൂക്കളം ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പൂക്കളം. നിങ്ങൾക്ക് മനസ്സിലായോ ഈ വൈറ്റ് എന്താന്ന്? വൈറ്റ് ഒരു ഫ്ലവർ അല്ല കേട്ടോ, ഇലയാണ്, വെള്ളിലയാണ് നമ്മൾ അരിഞ്ഞിട്ടിട്ടുള്ളത്. അത് കഴിഞ്ഞപ്പം ഗ്രീൻ കളർ ഇല വന്നിട്ട് നമ്മുടെ വിടയിലേൻ്റെ ഇലയാണ്. പിന്നെ ചുറ്റും നമ്മുടെ തുമ്പിപ്പൂവും സൈഡിൽ നമ്മുടെ തൊട്ടാവാടിപ്പൂവും തുമ്പിപ്പൂവുമാണ്. അപ്പോൾ ഇന്നത്തെ പൂക്കളം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടിപൊളിയായിട്ടുള്ള പൂക്കളായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ ഗായ്സ്?